വളരെ പോഷക ഗുണങ്ങളോട് കൂടിയ ചക്കക്കുരുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിലിപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ചക്കക്കുരൊക്കെ നമ്മളെ വീട്ടിലൊക്കെ കാണും. അതുപോലെ തന്നെ ചക്കക്കുരൊക്കെ കളയുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചക്കക്കുരു ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഡിന്നറിനോ ലഞ്ചിനോ നമുക്കിത് കൂട്ടി കഴിക്കാവുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഒരു 4-5 പിടി ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും വെള്ളം എത്തുന്ന പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതൊക്കെ പലർക്കും അറിയുന്ന ഒരു രീതിയാണ് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാനെന്നുള്ളത്. എങ്കിൽ പോലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുക. ഇതിൻ്റെ മേലുള്ള ഭാഗമൊക്കെ ഞാൻ ഒന്നും തന്നെ ചുരണ്ടി എടുത്തിട്ടില്ല. കാരണം ഇതിൽ ഒരുപാട് വൈറ്റമിൻസും അതുപോലെ തന്നെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിളൊക്കെ ഒത്തിരി തന്നെ കുറഞ്ഞു കിട്ടും ഇത് കളയാതിരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ചക്കക്കുരു ഇതുപോലെ ഒരു 4 പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മൾ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചക്കക്കുരൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചക്കക്കുരൊക്കെ ഇതുപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കഴി വെച്ചിട്ടോ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം.